മുളക് ബജി തയ്യാറാക്കാനായിട്ട് ഇത് കുറച്ച് കടലമാവ്, മൈദ, അരിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. കടലമാവ്, മൈദ, അരിപ്പൊടി കൂടിയിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, കായപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും ചേർത്തിട്ടുള്ള മാവ് കുഴച്ച് പരുവമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് മുളക് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരിയെടുക്കാൻ നോക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ബജ്ജി ഇട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ബജ്ജി മാവിൽ മുക്കി രണ്ട് വന്നിട്ട് നോക്കട്ടെ. കഴിഞ്ഞതിന് ശേഷം ഇതെടുത്തതിന് ശേഷം അടുത്തത് ഇട്ട് നോക്കാം. നോക്ക്. അങ്ങനെ നമ്മുടെ മുളക് ബജ്ജി തയ്യാറായി കഴിഞ്ഞു. ഇത് ഇന്ന് 4 മണിക്കലത്തുള്ള സ്നാക്സായി. കുട്ടികൾക്ക് ഞാൻ അതിലത്തെ കുരുവൊക്കെ ഉള്ളിലത്തെ കളഞ്ഞിട്ട് അവർക്ക് ഫ്രൈ ചെയ്തെടുത്തു. ഇത് വലിയവർക്ക് കഴിക്കാം. നല്ല എരിവുള്ള മുളകാണ് ബജ്ജി മുളക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.